അരുൺ, സ്ഥലത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പോലീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലേ? അതേ മതി, പോലീസ് ഉൾപ്പെടെ എത്തി ഗതാഗതം നിയന്ത്രിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായും നിലച്ച നില തന്നെയാണുള്ളത്. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയാണ്, പ്രധാന പാതയാണ്. അവിടുത്തെ ഗതാഗതം നിലച്ചിരിക്കുന്നു. ഇനി നിലവിലെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഒരു അപകട സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ മണ്ണ് കുത്തിയൊലിച്ച് വരിക തന്നെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതാണ്. ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ആ മുകൾ ഭാഗം ഉൾപ്പെടെ നിലത്തേക്ക് പതിക്കാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ നിന്ന് നാട്ടുകാരുൾപ്പെടെ ഫോണിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, ആ മണ്ണ് ഇടിയാൻ തുടങ്ങിയതിനെ തുടർന്ന്. പക്ഷേ നമ്മളിവിടെ എത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് ഇങ്ങനെ നിലം പതിക്കുന്ന സാഹചര്യം ഉള്ളത്. ഇപ്പോഴും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് അവിടേക്ക് ഫോക്കസ് പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ടാവും, ഓരോ ഭാഗത്തു നിന്നായി മണ്ണ് ഇങ്ങനെ അടർന്ന് വരികയാണ്. നീരൊഴുക്ക് ശക്തമായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ താഴേക്ക് പതിക്കും എന്നുള്ളതാണ്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഒരു മേഖല തന്നെയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ അത്തരത്തിലുള്ള പരാതികളൊക്കെ ഈ നിമിഷത്തിൽ പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും വലിയൊരു ആശങ്ക തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് വീണ്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇവിടുത്തെ സ്ഥിതി? എന്താ സ്ഥിതി വളരെ മോശമാണ്. ഈ ഗതി പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ റോഡാകെ ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും, അത്ര പറയാനുള്ളൂ. ഇത് ഇന്ന് രാവിലെയോട് കൂടിയാണ് ആദ്യം ഉണ്ടാകുന്നത്. രാവിലെയോട് കൂടിയാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന മേഖലയല്ലേ? അതെ, നിർമ്മാണം നടക്കുന്ന മേഖല. ഇത്രയും സ്ഥലത്തൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം പാടില്ല. എന്താ അധികാരികളും നോക്കാത്ത പ്രശ്നമാണ് ഈ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം. മനസ്സിലായില്ലേ? ഇതിന് മുന്നേ അവിടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ആ മണ്ണിടിച്ചിൽ ആൾക്കാർ പറയാനുള്ളൂ.